തരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങി. മരണം 40ആയി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ച് വിജയിയെ ഉടൻ അറസ്റ്റ് ചെയ്യില്ല. ടി.വി.കെയ്ക്ക് അനുകൂല തരംഗമുണ്ടാക്കേണ്ടെന്ന നിലപാടിൽ DMKയും സർക്കാരും. ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ടി.വി.കെയുടെ ഹർജി. വിജയുടെ പര്യടനം റദ്ദാക്കണമെന്ന് ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പീഠം കണ്ടെത്തി. ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിലും ആരോപണങ്ങളിലും ദുരൂഹത. പീഠം തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. വിജിലൻസ് ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. NSS ജനറൽ സെക്രട്ടറി കോൺഗ്രസിനെ വിമർശിച്ചത് തിരിച്ചടിയല്ലെന്ന് UDF. G. സുകുമാരൻ നായരെ നേരിൽ കാണുമെന്ന് കൺവീനർ അടൂർ പ്രകാശ്. സുകുമാരൻ നായർക്കെതിരെ കൂടുതൽ സ്ഥലങ്ങളിൽ ബാനർ. തിരുവല്ലയിൽ ചതിയൻ ചന്തുവായി വിശേഷിപ്പിക്കുന്ന ബാനറുകൾ സേവ് നായർ ഫോറത്തിന്റെ പേരിൽ. കാശ് മുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് വെക്കാമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. രാജ്ഭവൻ പുറത്തിറക്കുന്ന രാജഹംസം ത്രൈമാസികയിലെ ലേഖനത്തോട് വിയോജിപ്പെന്ന് മുഖ്യമന്ത്രി. ആദ്യ പതിപ്പിലെ ആർട്ടിക്കിൾ 200-നെ കുറിച്ചുള്ള ലേഖനം സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പരാമർശം മാസിക രാജ്ഭവനിൽ ശശി തരൂർ MPക്ക് നൽകി പ്രകാശനം ചെയ്യുന്നതിനിടെ. രാജഹംസം സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പാലമായി വർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശശി തരൂർ MP. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ-പാകിസ്ഥാൻ ചരിത്ര പോരാട്ടം. മത്സരം ഇന്ന് രാത്രി 8 മണിക്ക്. ആവേശത്തോടെ ആരാധകർ. കനത്ത സുരക്ഷ. ഡൽഹി മുൻ ക്രിക്കറ്റ് താരം മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ്. തെരഞ്ഞെടുത്തത് മുംബൈയിൽ ചേർന്ന BCCI വാർഷിക പൊതുയോഗത്തിൽ. ദേവജിത് സൈക്കിയ BCCI സെക്രട്ടറിയായി തുടരും. രാജ്യത്തെ നടുക്കി നടൻ വിജയ് പങ്കെടുത്ത തരൂർ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 40ആയി. 1.5 വയസ്സുള്ള കൈക്കുഞ്ഞടക്കം 9 കുട്ടികളും 17 സ്ത്രീകളുമാണ് മരിച്ചത്. തിക്കിലും തിരക്കിലും പരിക്കേറ്റ 17 പേരുടെ നില ഗുരുതരമാണ്. 111 പേർ ചികിത്സയിലുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ടി.വി.കെ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം ദുരന്തത്തിൽ പ്രതികരിക്കാതെ വിജയ് മടങ്ങിയത് വിവാദത്തിലായി. ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. ടി.വി.കെ അധ്യക്ഷൻ വിജയും സംഘവും ഉച്ചയോടെ കരൂരിൽ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എങ്കിലും രാത്രി 7 മണിയോടെയാണ് വിജയ് അവിടെ എത്തിയത്. തങ്ങളുടെ പ്രിയ നായകനെ കാണാൻ കാത്തുനിന്ന് അവശരായിരുന്നു ജനങ്ങൾ. 10,000 പേരെ പ്രതീക്ഷിച്ച സ്ഥലത്ത് അതിനപ്പുറം ആളുകൾ ഒഴുകിയെത്തിയത് സംഘാടകർക്കും പോലീസിനും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. സ്ഥലത്ത് കുടിവെള്ളവും ലഭ്യമായിരുന്നില്ല. ആളുകൾ വെള്ളം ആവശ്യപ്പെട്ടതോടെ തന്റെ ക്യാരവാനിൽ നിന്ന് വിജയ് വെള്ളം നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിജയുടെ വരവ് വൈകിയതോടെ വിജയ് ഉള്ള സ്ഥലത്തേക്ക് ആൾക്കൂട്ടം നീങ്ങി. ഇത് തിക്കിലും തിരക്കിലും കലാശിച്ചതും വൻ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. ആംബുലൻസിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ അപകടത്തിൽപ്പെട്ട ആളുകളെ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സന്ദർശിക്കുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവമെന്നും വിവരിക്കാനാകാത്ത ദുരന്തമെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. நீதிபதி தலைமையில ஆணையம் அமைக்கப்பட்டிருக்கு. அந்த ஆணைய விசாரிச்சு முழுமையா சொல்றோம். இதுக்கிடையில நீங்க கேட்கிற மாதிரி அரசியல் நோக்கத்தோடு எதையும் சொல்ல நான் விரும்பல. திருப்பி தான் சொல்ல போறேன். ஆனா ஆணையம் அதுக்காக அமைச்சிருக்கிறோம். இந்த ஆணையத்தின் மூலமாக உண்மை வெளிவரும். അത് ഉണ്മ വെളിവരുന്നവർ നിശ്ചയமாக ഉரிய നടപടിക്ക് എടുക്കപ്പെടും. അതേസമയം മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ നടൻ വിജയ് പ്രതികരിക്കാത്തത് വിവാദമാവുകയാണ്. എന്റെ ഹൃദയം തകർന്നു. സഹിക്കാനാകാത്ത പറഞ്ഞറിയിക്കാനാകാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ്. പരിക്കേറ്റവർക്ക് ഉടൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനാകട്ടെ എന്നാണ് എക്സിൽ വിജയ് കുറിച്ചത്.
വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DMK അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിക്കുകയും ഏത് സാഹചര്യത്തിലും സഹായിക്കാൻ കേരളം തയ്യാറാണ് എന്ന് MK സ്റ്റാലിന് കത്തുമെഴുതി. ന്യൂസ് ഡെസ്ക് അമൃത TV. കരൂരിലെ ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. വിജയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കില്ല. TVK അധ്യക്ഷൻ വിജയ് നയിക്കുന്ന റാലികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അപകടത്തിൽ പരിക്കേറ്റവരാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിജയ് നയിക്കുന്ന റാലിക്ക് ADGP അനുമതി നൽകരുതെന്നും ഹർജിയിലുണ്ടായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സെന്തിൽ കണ്ണനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി ഇന്ന് പരിഗണിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതിനിടെ ഇന്നലെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. ജസ്റ്റിസ് അരുണ ജഗദീശൻ സംഭവസ്ഥലം സന്ദർശിച്ചു. നടൻ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും DMKയും CPMഉം രംഗത്തെത്തി. എന്നാൽ അറസ്റ്റിന് തിടുക്കം വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ദുരന്തത്തിന് പിന്നിൽ ചതിയും അട്ടിമറിയും നടന്നിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. TVK ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി എന്നിവരെ കേസിൽ പ്രതി ചേർത്തു. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് TVK ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപകടത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നാണ് ആവശ്യം. മധുര ബെഞ്ച് ഹർജി നാളെ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. അപകടത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത്. റാലിക്കിടെ പോലീസ് ലാത്തി വീശിയെന്നും ദുരന്തം നടക്കുന്നതിന് തൊട്ടുമുൻപ് റാലിക്കു നേരെ കല്ലേറുണ്ടായെന്നും TVK പറയുന്നു. TVKയുടെ വാദങ്ങൾ തള്ളി ADGP രംഗത്തെത്തി. കരൂരിൽ കല്ലേറും ലാത്തിചാർജും ഉണ്ടായിട്ടില്ലെന്ന് ADGP വ്യക്തമാക്കി. പ്രവർത്തകരെ പോലീസ് കൈകൊണ്ട് തള്ളിമാറ്റുകയാണ് ചെയ്തത്. TVK മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിരുന്നു. വിജയ് ചട്ടങ്ങൾ ലംഘിച്ചോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. യുവാക്കൾ പോലീസ് നൽകിയ നിർദ്ദേശം പാലിച്ചില്ല. പോലീസിന്റെ നിർദ്ദേശം പാലിക്കാത്തതാണ് അപകടത്തിന് കാരണം. എന്നാൽ പവർ കട്ട് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ദുരന്തത്തിൽ മരിച്ചവർക്ക് വിജയ് ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ച തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. கமிஷன் அமைக்கப்பட்டிருக்கு. எனக்கு கிடைத்த தகவல்படி அவங்க மதியம் 1 மணிலேருந்து 1:30 மணி அளவில் இந்த கரூருக்கு வர இருக்கின்றாங்க. மருத்துவமனைக்கு வந்து ஒவ்வொரு பேஷண்ட்டுக்கிட்டையும் அவங்களோட கருத்துக்களை பதிவு செய்வாங்க. அது மாதிரி நேற்று அந்த விபத்து நடந்த இடத்துக்கும் அவங்க செல்ல இருக்கிறாங்கன்னு நான் நம்புகிறேன். எனவே அவங்க கொடுக்கக்கூடிய அந்த கமிஷன் அந்த ரிப்போர்ட்டுக்கு தகுந்தபடி முதலமைச்சர் அவர்கள் நிச்சயம் சட்டப்பூர்வமான நடவடிக்கைகளை விரைவு எடுப்பாங்க. பத்திரிகையாளர் நண்பர்கள், நீங்கள் தயவு செய்து மனிதாபிமானத்தோடு இந்த பிரச்சனையை அணுக வேண்டும். உயிரிழந்தவங்க, காயம்பட்டவர்களுக்கெல்லாம் நம்ம அத்தனை பேர் இந்த நேரத்தில் துணையாக ஆறுதலாக இருக்க வேண்டும் அப்படின்னு நான் உங்களையெல்லாம் நான் கேட்டுக்கிறேன். பாதுகாப்பு ஏற்பாடுகள் குறைவு காரணமாக தான் இது நடந்திருக்குன்னு சொல்லி எதிர்க்கட்சி தலைவர் சொல்லியிருக்காரு. அது எதிர்க்கட்சி தலைவர் அவர் வைக்கக்கூடிய விமர்சனம். முதலமைச்சர் அவர்கள் எடுத்து பார்த்துருக்கிறாங்க. எதிர்க்கட்சி தலைவர் அவர்களே அதே இடத்துல 2 நாட்கள். മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് ചേവരമ്പലത്ത് ഡോക്ടറുടെ വീട്ടിൽ മോഷണം. 45 പവൻ മോഷണം പോയതായാണ് പരാതി. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത്. അലമാരിയിലും മേശയിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ഡോക്ടറും കുടുംബവും തിരുവനന്തപുരത്തെ വീട്ടിൽ പോയപ്പോഴായിരുന്നു സംഭവം. ഇന്ന് ഉച്ചയ്ക്കാണ് മോഷണം വീട്ടുകാർ അറിയുന്നത്. ചേവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജ്ഭവന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുന്ന ത്രൈമാസിക രാജഹംസം പ്രകാശനം ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ MPക്ക് നൽകിയാണ് മാസികയുടെ പ്രകാശനം നിർവഹിച്ചത്. ആദ്യ പതിപ്പിൽ ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ആർട്ടിക്കിൾ 200 കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗവർണറെയും രാജ്ഭവനെയും സംബന്ധിച്ച വാർത്തകളും ആനുകാലിക ദൈക്ഷണിക പ്രാധാന്യമുള്ള ലേഖനങ്ങളും ഉൾപ്പെടുത്തി ഇനി മുതൽ പുറത്തിറങ്ങുന്ന ത്രൈമാസികയാണ് രാജഹംസം. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ MPക്ക് നൽകി മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. ഭാരതാംബ വിഷയം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലാണ് മാസികയുടെ പ്രകാശനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയത്. രാജഹംസത്തിന് ആശംസകൾ നേർന്നതോടൊപ്പം ആദ്യ പതിപ്പിൽ ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങൾ വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 200 കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. Article 200 and a constitutional conundrum
എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പാലമായി രാജഹംസം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാസിക ഏറ്റുവാങ്ങിയ ശശി തരൂർ MP പറഞ്ഞു. What better name then for a journal whose job it is and seeks to convey truth, culture and values from the Raj Bhavan to the people of Kerala. I hope that Rajahams will similarly become a bridge between the governance of the state and the governed of the state. രാജ്ഭവനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രവർത്തന രീതി എന്തൊക്കെയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് രാജഹംസമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. Reason why we are trying to tell everybody what is happening in Raj Bhavan, how the governor is behaving, how the governor has to do what he has to do, how he has to present himself before the public, the state, how he has to be there with the government, what are his relations, what are his thoughts. All these things are to be depicted and to be presented before the public. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP നേതാവ് കുമ്മനം രാജശേഖരൻ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ, മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ബാനർ. തിരുവല്ല NSS കരയോഗ കെട്ടിടത്തിന്റെ മുൻപിലും സമീപത്തെ ജംഗ്ഷനുകളിലുമാണ് ബാനറുകൾ ഉയർന്നിരിക്കുന്നത്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തി സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ് ബാനറുകൾ. പിന്നിൽ നിന്നും കാലുവാരിയ പാരമ്പര്യം നായർക്കില്ല. ശബരിമല അയ്യപ്പസ്വാമിയുടെ ആചാര സംരക്ഷണത്തിന് അണിനിരുന്ന ആയിരങ്ങളെ അപമാനിച്ച സമുദായ വഞ്ചകൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കുക, നിരീശ്വരവാദികൾക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്നീ വരികളാണ് ബാനറുകളിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കരയോഗ കെട്ടിടങ്ങളുടെ മുൻപിലായി പ്രതിഷേധ ബാനറുകൾ ഉയർന്നിരുന്നു. NSS ജനറൽ സെക്രട്ടറിക്കെതിരെ കുട്ടനാട്ടിലും ബാനർ ഉയർന്നു. മങ്കൊമ്പ് കോട്ടഭാഗം കരയോഗത്തിന് മുന്നിലാണ് പ്രതിഷേധ ബാനർ. കുടുംബകാര്യത്തിനായി സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർ സമുദായത്തിന് അപമാനമെന്നാണ് ബാനറിലുള്ളത്. ബാനർ വെച്ചതിൽ കരയോഗത്തിന് ബന്ധമില്ലെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് സ്ഥാപിക്കുന്നവരെ വിമർശിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. NSSനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. കാശ് മുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതിവെക്കാം. സുകുമാരൻ നായരുടെ നിലപാടുകളിൽ രാഷ്ട്രീയമില്ല. നേരത്തെ അദ്ദേഹം ഈ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിനന്ദിക്കുന്നു. അതിലെങ്ങനെയാണ് തെറ്റ് കണ്ടെത്തുക? സെക്രട്ടറിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സാറ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ രാഷ്ട്രീയമല്ല. NSS സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഇതിനു മുമ്പ് സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട്, UDF സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം NSSന്റെ അതാത് കാലഘട്ടങ്ങളിൽ NSS അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കാരണം സർക്കാർ ശബരിമലയെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ നല്ലതാണ്. ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ശബരിമല കഴിഞ്ഞ സീസണിലൊക്കെ നന്നായി സർക്കാർ മാനേജ് ചെയ്തു, ദേവസ്വം ബോർഡിന്റെ മന്ത്രി മാനേജ് ചെയ്തു എന്ന് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെല്ലാം മോശക്കാരും ശത്രുക്കളുമാണ് എന്നല്ല. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. UDFന് അകൽച്ചയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സുകുമാരൻ നായർ കോൺഗ്രസിനെ വിമർശിച്ചത് തിരിച്ചടിയൊന്നുമല്ല. സുകുമാരൻ നായരെ നേരിൽ കാണും. എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധമാണുള്ളത്. CPMനോട് സുകുമാരൻ നായർക്ക് അനുഭാവമുള്ളതായി തോന്നുന്നില്ല. സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ഉയർത്തിയതിന് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു.
ഒരിക്കലും തിരിച്ചടിയാകില്ല. NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സമദൂര സിദ്ധാന്തം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല. ഒരു സമുദായവുമായി UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും ഇല്ല, ഒരു അകൽച്ചയും. ചിലയിടത്തൊക്കെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് വല്ല അർത്ഥമുണ്ടോ? അതിപ്പോൾ സ്വാഭാവികമായും ഓരോ ആളുകളെക്കുറിച്ച് ഓരോന്ന് പറയും. അദ്ദേഹം അതിൻ്റേതായ അഭിപ്രായം ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ വില കൊടുക്കുന്നില്ല. അയ്യപ്പ സംഗമം കോൺഗ്രസ് ബഹിഷ്കരിച്ചതല്ലെന്ന് രമേശ് ചെന്നിത്തല. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് പിൻവലിക്കുക, നാമജപ ഘോഷയാത്ര നടത്തിയവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുക എന്നിങ്ങനെയുള്ള 2 ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചു. അതിൽ കൃത്യമായ മറുപടി തന്നിരുന്നുവെങ്കിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം പരിഗണിക്കുമായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. UDF മതേതര നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ LDF ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല കാര്യത്തിൽ UDF എടുത്ത നിലപാട് ആലോചിച്ചെടുത്ത നിലപാടാണ്. ഞങ്ങൾ എന്നിട്ടും ബഹിഷ്കരിക്കാൻ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? 2 കാര്യങ്ങളിൽ ഗവൺമെൻറ് വ്യക്തത വരുത്തണം. ഒന്ന്, യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ അത് തിരുത്തണം. അതിനെപ്പറ്റി മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കണം. 2, നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകളുടെ പേരിലുണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കണം. സമുദായ സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. NSSനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളികളല്ല. പരസ്യമായി കോൺഗ്രസ് ഒന്നും പറയേണ്ടതില്ല. സമുദായ സംഘടനകൾക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നത് PR വർക്കാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ൊന്നും കോൺഗ്രസ് പങ്കാളിയല്ല. സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ തന്നെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തരം പ്രചരണങ്ങളിലൊന്നും കോൺഗ്രസിന് ഒരു പങ്കാളിത്തവും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാവില്ല. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായ തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. NSSന് നേരെ നടക്കുന്ന സൈബർ ആക്രമണം അപലപനീയമെന്ന് ഹിന്ദു പാർലമെന്റ്. ശബരിമല വികസനം ലക്ഷ്യമാക്കി സർക്കാർ അയ്യപ്പ സംഗമം നടത്തുകയും ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്നില്ലെന്ന് NSSന് ഉറപ്പ് നൽകുകയും ചെയ്തു. NSS അതിനെ എതിർത്തില്ല എന്നതുകൊണ്ട് NSS CPMന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അസ്ഥാനത്താണെന്ന് ഹിന്ദു പാർലമെന്റ് ജനറൽ സെക്രട്ടറി CP സുഗതൻ പറഞ്ഞു. NSS നിലപാട് മാറ്റിയതായി അറിവില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും UDF കരക്കിരുന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നു എന്നുള്ള NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന ഹിന്ദു പാർലമെന്റ് അംഗീകരിക്കുന്നുവെന്നും CP സുഗതൻ കോട്ടയത്ത് പറഞ്ഞു. ഇന്നലെ V മുരളീധരൻ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വെള്ളാപ്പള്ളി സാറിന്റെ വീട്ടിൽ പോയിരുന്നു. വെള്ളാപ്പള്ളി സാറിന്റെ നിലപാട് എന്താണ്? വെള്ളാപ്പള്ളി സാർ എല്ലാ കാലത്തും അദ്ദേഹം CPMനെ സഹായിക്കുന്ന നിലപാടാണ്. 3ാം ഭരണത്തിന് അദ്ദേഹം അനുകൂലമാണ്. ഹിന്ദു വോട്ടുകൾ CPMന് വേണ്ടി സമാഹരിക്കുന്ന തന്ത്രങ്ങൾ മെനയുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് മലപ്പുറത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പക്ക CPMന്റെ കൂടെ നിൽക്കുക. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് BJPക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല. ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് പീഠങ്ങൾ കണ്ടെത്തിയത്. വഴിപാടായി നൽകിയ പീഠങ്ങൾ കാണാനില്ലെന്ന് കാണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പരാതി ഉന്നയിച്ചത്. ശബരിമലയിൽ ലഭിച്ച ഉരുപ്പടികൾ മഹസറിൽ രേഖപ്പെടുത്തുന്നതിൽ ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 2019 സ്വർണം പൂശിയതിനു ശേഷം 2021 രണ്ടാമതായി സമർപ്പിച്ച ശില്പത്തിന്റെ പീഠമാണ് കാണാനില്ലെന്ന് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി ഉന്നയിച്ചത്. ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി മാറ്റിയപ്പോഴായിരുന്നു ഇത്. ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയത്. പീഠം നിർമ്മിച്ച വാസുദേവന്റെ പുളിമാത്തെ
വീട്ടിലുണ്ടായിരുന്ന പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുമ്പ് വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചത്. വിജിലൻസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വാസുദേവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കാര്യം പറഞ്ഞത്. ഈ മാസം 13-നാണ് പീഠം വെഞ്ഞാറമൂട്ടിലെത്തിച്ചത്. തുടർന്ന് സഹോദരിയുടെ വീട്ടിലെത്തിയ വിജിലൻസ് സംഘം പീഠം കസ്റ്റഡിയിലെടുത്ത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ഇക്കാര്യത്തിൽ വിജിലൻസ് നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പീഠം എവിടെയെന്ന് പരാതി പറയുമ്പോൾ തന്നെ ഇത് എവിടെയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു എന്നത് ദുരൂഹമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ശബരിമലയിലേക്ക് വഴിപാടായി ലഭിച്ച പീഠത്തിന്റെ വിവരം ദേവസ്വം ബോർഡ് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. 2021 ശേഷം ഇത് എവിടെയെന്ന് അന്വേഷിക്കാനും ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന എല്ലാ ഉരുപ്പടികളും മഹസറിൽ രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം. ഇക്കാര്യത്തിലാണ് അന്നത്തെ ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകന്റെ പല്ലടിച്ച് താഴെയിടുമെന്ന പ്രിൻസിപ്പൽ പ്രിയ പ്രോത്താസിസിന്റെ ഓഡിയോ പുറത്ത്. സ്കൂളിലെ അനധികൃത പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ പ്രിൻസിപ്പലിനെതിരെ PTA കമ്മിറ്റി പരാതി നൽകിയിരുന്നു. സ്കൂളിലെ പ്രശ്നങ്ങൾ സംസാരിക്കാനായി NSS ചുമതലയുള്ള അധ്യാപകൻ MV സിബിൻ ആന്റണി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴായിരുന്നു പ്രിൻസിപ്പലിന്റെ ഭീഷണി. മര്യാദയ്ക്ക് ഞാനതാ പറയുന്നത്, മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ പോരുന്നു. അപ്പൊ പറ്റൂല, അവരെന്നെ റോട്ടി നിർത്തിയിട്ട് വായി തോന്നുന്ന മുഴുവൻ പറയണം. നിന്റെ വയറ്റിൽ കേൾക്കാനല്ല, ഞാനൊരു ഉദ്യോഗസ്ഥയാണ്. ജോർജ് കാണിക്കുന്ന കാണിപ്പ് എന്നോട് കാണിക്കരുത്. പെട്ടെന്ന് ജോർജ് കാണിക്കുന്ന കാണിപ്പ് എന്നോട് പറയരുത്. ഞാൻ നിങ്ങളുടെ അതോറിറ്റി ഞാൻ അവിടെ എന്നെ അതോറിറ്റിയുടെ പൊക്കിയത് നിന്റെ താഴെ. തിരുവനന്തപുരത്ത് CPM പ്രാദേശിക നേതാവ് തൂങ്ങി മരിച്ച നിലയിൽ. വിഴിഞ്ഞത്തെ പ്രാദേശിക നേതാവും മുൻ ലോക്കൽ സെക്രട്ടറിയുമായ സ്റ്റാൻലിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിന് സമീപമുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുടുംബവഴക്കിനെ തുടർന്ന് ഇദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോയിരുന്നു. കോതമംഗലം കോട്ടപ്പടിയിൽ വീടിനു നേരെ കാട്ടാനയുടെ ആക്രമണം. ഗൃഹനാഥൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ആക്രമണത്തിൽ കാർഷിക വിളകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി. കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ പുലർച്ചെ 4 മണിയോടെയാണ് കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിലെത്തിയത്. പോൾ എന്നയാളുടെ വീടിന് നേരെയായിരുന്നു കാട്ടാന ആക്രമണം. ശബ്ദം കേട്ടുണർന്നപ്പോൾ മുൻവശത്തെ കതക് തുറന്നപ്പോഴേക്കും ആന സമീപത്തെത്തിയിരുന്നു. അക്രമാസക്തനായ കാട്ടുകൊമ്പൻ ജനൽപാളിയുടെ ചില്ലുകൾ കുത്തിപ്പൊട്ടിച്ചു. തുമ്പിക്കൈയുടെ പാട് ഭിത്തിയിൽ കാണാം. തുടർന്ന് തൊഴിലിടത്തിലിറങ്ങി വാഴകളും ജാതിത്തൈകളും കച്ചോലച്ചെടികളും നശിപ്പിച്ചു. ഫോറസ്റ്റുകാർ വന്നു, പാത്രന്മാരും വന്ന് ഓടിച്ച് വണ്ടി കയറ്റി. മുറിവാളിനാനയാ ഒറ്റയ്ക്ക് വന്നത്. തക്കതായ നഷ്ടപരിഹാരം കിട്ടണം. തൊട്ടടുത്ത് താമസിക്കുന്ന പോളിന്റെ സഹോദരന്റെ പുരയിടത്തിലെ കൃഷികൾക്കും ആന നാശം വരുത്തിയിട്ടുണ്ട്. ആനശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമയും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. സ്ഥിരമായിട്ട് ആനയുടെ ശല്യമുള്ള ഒരു ഏരിയയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു ശാശ്വത പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഈ നാട്ടില് ഇപ്പൊ ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ജീവിക്കുന്ന മനുഷ്യന് യാതൊരു വിലയില്ല. ഇവിടെ മൃഗങ്ങൾക്കാണ് വില. അമൃത ന്യൂസ്, കൊച്ചി. ലഡാക്കിലെ സംഘർഷത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉടൻ മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നായിരുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്നലെ പരീക്ഷണാടിസ്ഥാനത്തിൽ 2 തവണ ഇളവ് വരുത്തിയിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനാണ് സാധ്യത. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പാക് പൗരനുമായി സമര നേതാവ് വാങ്ചുക് ആശയവിനിമയം നടത്തിയതിന് തെളിവുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ഡോൺ സംഘടിപ്പിച്ച ചടങ്ങിൽ വാങ്ചുക് പങ്കെടുത്തതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ലഡാക്കിനെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി. ലഡാക്കിലെ ജനതയെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും BJPയും RSSും ആക്രമിക്കുന്നു. സോനം വാങ്ചുക്കിനെ ജയിലിൽ അടച്ചും 4 പേരെ കൊലപ്പെടുത്തിയുമാണ് BJPയുടെ പ്രതികരണം. ഭീഷണിപ്പെടുത്തൽ നിർത്തണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.
ഭക്തസഹസ്രങ്ങൾക്ക് കാരുണ്യപ്രവാഹമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഒരു ജന്മദിനം കൂടി. അമ്മയുടെ 72ാം പിറന്നാൾ അമൃതപുരിയും ലോകവും അമ്മയുടെ മക്കളും സമുചിതമായി ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച അമ്മയുടെ ദർശനം ഇന്ന് രാവിലെ 7 മണി വരെ നീണ്ടു. അമ്മ ആഗ്രഹിച്ചതുപോലെ ആഘോഷങ്ങൾക്കുപരി മക്കളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്കായിരുന്നു അമ്മയുടെ പിറന്നാൾ ദിനം സാക്ഷ്യം വഹിച്ചത്. കാരുണ്യത്തിന്റെ കടൽ തീർത്ത അമൃതപുരിയിൽ ലോകം അമ്മയ്ക്കായി ഒത്തുചേർന്നു. എല്ലാ തവണയും പോലെ ആഘോഷങ്ങൾക്കായിരുന്നില്ല അമ്മ ഇത്തവണയും ജന്മദിനത്തിൽ പ്രാധാന്യം നൽകിയത്. മാതൃസ്പർശനം ഏറ്റുവാങ്ങാനെത്തിയ അമ്മയുടെ മക്കൾ അമ്മയുടെ തലോടലിലൂടെ, അമ്മ പകർന്നു നൽകിയ വാക്കുകളിലൂടെ ജന്മലക്ഷ്യത്തിന്റെ പൊരുളറിഞ്ഞു. വിദേശത്തു നിന്നും എത്തിയവർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് അമ്മയുടെ 72ാം പിറന്നാൾ ദിനത്തിൽ ഒത്തുകൂടിയത്. അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു ലോകം ഒരേ ഹൃദയം എന്ന വികാരത്തോടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാകാൻ അമൃതപുരിയിലെത്തിയ അമ്മയുടെ മക്കൾക്ക് കഴിഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ ലോക നന്മയ്ക്കായി അമ്മ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങളും നടന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ജന്മദിനാഘോഷ ചടങ്ങുകൾ ഭജനകളും പ്രഭാഷണങ്ങളും സാംസ്കാരിക പരിപാടികളും കൊണ്ട് സമ്പന്നമായിരുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയവർ സാംസ്കാരിക പാരമ്പര്യ തനിമയിൽ അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നു. പ്രായത്തിൻ്റെയോ മറ്റ് സാമൂഹിക ചുറ്റുപാടുകളുടെയോ വലിപ്പച്ചെറുപ്പമില്ലാതെ അമ്മയുടെ മക്കൾ അമൃതപുരിയിൽ പരസ്പരം കൈകൾ കോർത്തു. സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുത്തുകൾ കോർത്ത ഒരു മാലയായി അമ്മയുടെ മക്കൾ മാറി. സൗജന്യ ശസ്ത്രക്രിയകളും സമൂഹ വിവാഹവും സാമൂഹിക ചുറ്റുപാടുകളിലെ ആരോഗ്യകരമായ മാറ്റങ്ങളും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അമ്മയുടെ 72ാം പിറന്നാൾ ദിനം. മാതൃവാത്സല്യത്തിന്റെ അമൃത നുകരാൻ കാത്തുനിന്ന മക്കൾക്ക് ദർശനം സാധ്യമായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജന്മദിനാഘോഷ വേദിയിൽ നിന്നും അമ്മ അമൃതപുരിയിലേക്ക് മടങ്ങിയത്. അടുത്ത പിറന്നാൾ ദിനത്തിൽ ഒത്തുകൂടാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചാണ് അമ്മയുടെ മക്കൾ അമൃതപുരിയിൽ നിന്നും മടങ്ങുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനത്തിലും അമ്മയുടെ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന അമ്മയുടെ മക്കൾ എന്നും മാതൃകയാണ്. കൊല്ലം അമൃതപുരിയിലെ കുഞ്ഞുമക്കൾ അമ്മയുടെ ജന്മദിനാഘോഷ വേളയിൽ സേവന പ്രവർത്തനങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ മുന്നിട്ടിറങ്ങിയപ്പോൾ അമ്മ പകർന്നു നൽകിയ നന്മ കൂടുതൽ തിളക്കമുള്ളതായി. അമൃത സ്കൂളിലെയും അമൃത ക്യാമ്പസുകളിലെയും കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ്. ആതിഥ്യമര്യാദയുടെ പാഠങ്ങൾ അവർ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാട്ടും. അമ്മയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് അമ്മയുടെ മക്കൾ അമൃതപുരിയിലേക്കെത്തുമ്പോൾ അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളുമായി അവർ സജ്ജരാണ്. ദാഹജലവും ഭക്ഷണവും മറ്റു സഹായങ്ങളുമായി അവർ ചുറുചുറുക്കോടെ ഓടി നടക്കും. ആവശ്യമായ സേവനങ്ങൾ അവർ ചോദിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തും. അതാണ് അമ്മ അവരെ പഠിപ്പിക്കുന്ന ജീവിതത്തിലെ നല്ല പാഠങ്ങൾ. അമ്മയുടെ ജന്മദിനാഘോഷത്തിൻ്റെ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സേവ ചെയ്യാൻ പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് അടുത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഹാരത്തിൻ്റെ ജോലി തന്നെ ഞങ്ങൾക്ക് കിട്ടിയതിലും അവർ വരുമ്പോൾ ആഹാരമാണല്ലോ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാനും അമ്മയെ കാണാനും ആ ജന്മദിനത്തിൽ ഞങ്ങളും ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിപ്രാവശ്യം അതിനുള്ള ഭാഗ്യം ഉണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും എന്നെ വളരെയധികം സന്തോഷവതിയാണ്. ഏതൊരു ആഘോഷങ്ങൾ കഴിയുമ്പോഴും സ്വാഭാവികമായും ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾ ഒരു സൈന്യത്തിന്റെ ആർജവത്തോടെ അവർ ഏറ്റെടുക്കും. രാത്രി വൈകിയും അമൃതപുരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ അവർ നീക്കം ചെയ്തു. ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ എന്നും മുന്നിട്ട് നിൽക്കും. ഞങ്ങളിപ്പം ഇവിടെ എല്ലാവരും ഇത്രക്കാലം പേര് ജനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നിറച്ചും കുറേ വേസ്റ്റുകളും എല്ലാം ഉണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് ആയാലും ബയോഡിഗ്രേഡബിൾ ആയാലും അങ്ങനെ എല്ലാതരം വേസ്റ്റുകളുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് വേസ്റ്റ് കവറിലോട്ടേക്കാക്കി നമ്മളതെല്ലാം പ്ലാസ്റ്റിക്കും ഈ ബ്ലാക്ക് കവറിലേക്കും അതേപോലെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ പച്ച കവറിലേക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ സോർട്ട് ചെയ്തെടുത്ത് വേസ്റ്റൊക്കെ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അക്കാദമിക് വിദ്യാഭ്യാസത്തിനുപരി ജീവിതം എന്താണെന്നും ഒരു നല്ല മനുഷ്യനായി വളരാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അമ്മ സ്നേഹത്തോടെ ഈ മക്കൾക്ക് പറഞ്ഞു നൽകുന്നു. അമ്മയുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ കടലായി ഉള്ളിൽ അലയടിക്കുമ്പോൾ അവർ നന്മയുടെ സന്ദേശവാഹകരായി മാറും. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലഹരിയുടെയും ലോകത്ത് അതിൽ നിന്നൊക്കെ മാറി അതിലേക്ക് വഴിതെറ്റുന്ന ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് നന്മയുടെ പ്രകാശമായി അവർ വഴികാട്ടുന്നു. അമൃത ന്യൂസ്, കൊല്ലം.
ഉപയോഗശേഷം നാം വലിച്ചെറിയുന്ന പല വസ്തുക്കളും നമുക്ക് വീണ്ടും ഉപയോഗിക്കാമെന്ന് കാട്ടിത്തരുകയാണ് അമൃത ക്യാമ്പസുകൾ. അലങ്കാര വസ്തുക്കളായും ആശയങ്ങളിലൂടെ അത്ഭുതങ്ങൾ ജനിപ്പിക്കുന്ന കലാസൃഷ്ടികളായും ഉപയോഗശൂന്യമായ വസ്തുക്കൾ മാറുമ്പോൾ അമൃത ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ മികവ് വേറിട്ട കാഴ്ചകളാണ്. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃതപുരി ക്യാമ്പസിൽ നടന്ന ഒരു ലോകം ഒരേ ഹൃദയം പ്രദർശനത്തിലെ ഈ കാഴ്ചകൾ ഏറെ മനോഹരങ്ങളായിരുന്നു. ഉപയോഗശേഷം പ്ലാസ്റ്റിക് കുപ്പികളും പൊട്ടിയ ചില്ല് ഗ്ലാസുകളും പേപ്പറുമൊക്കെ വലിച്ചെറിയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇനി അതിനു മുൻപ് രണ്ടാമതൊന്ന് ചിന്തിക്കണം. കാരണം ഉപയോഗശേഷം നാം കളയുന്ന ഇവയൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതെങ്ങനെയെന്ന് ഈ കുട്ടികൾ പറയുക മാത്രമല്ല, കാണിച്ചു കൂടി തരുന്നു. നമുക്ക് വേസ്റ്റായിട്ട് മാത്രം കാണാണ്ട് അതിനെ നമ്മൾ അപ്സൈക്കിൾ ചെയ്ത് യൂസ്ഫുള്ളായിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ MLP പോലുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മളത് നെയ്ത് വീവ് ചെയ്ത് ഒരു ബാഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ വേസ്റ്റിലും നമുക്കൊരു ആർട്ട് കാണാൻ പറ്റും. ആ ആർട്ടിനെ എല്ലാം ചേർത്ത് വെച്ച് ഓരോരോ പുതിയ രൂപങ്ങളും ക്യാൻവാസിൽ നമുക്കത് പകർത്താൻ പറ്റും. ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വാത്സല്യം ചൊരിയുന്ന അമ്മ, മറ്റൊന്നിലൂടെയും പകരം വയ്ക്കാനില്ലാത്ത ആ സ്നേഹമറിയുന്ന കുഞ്ഞുങ്ങൾ. പേപ്പറുകൾ കുഴച്ച് പൾപ്പ് രൂപത്തിലാക്കി നിർമ്മിച്ചെടുത്തതാണ് ഈ മനോഹര സൃഷ്ടി. നമുക്ക് വെല്ലുവിളിയാകുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും പ്രകൃതിയും പൂക്കളും പക്ഷികളുമായി മാറി. അല്ല, അങ്ങനെ ഈ കുട്ടികൾ മാറ്റിയെടുത്തു. അലങ്കാര വസ്തുക്കളായി ഇവയൊക്കെ മാറിയപ്പോൾ ഇത് ആശയങ്ങൾ പുനർജനിക്കുന്ന കരവിരുതിൻ്റെ അടയാളങ്ങളായി. ഞാൻ എക്സിബിഷൻ മുഴുവനും സമയമെടുത്ത് കണ്ടു. ഇത്രയൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് എത്രമാത്രം വലിയൊരു സംഭാവനയാണ് അമ്മയും അമ്മയുടെ സ്ഥാപനങ്ങളും സമൂഹത്തിന് നൽകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ കാലത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിനെ കുറിച്ച് പറയുന്ന ഒരുപാട് കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ചർച്ചകളും ഇൻ്റലക്ച്വൽ അനാലിസിസും സയൻറ്റിഫിക് സ്റ്റഡീസും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് വളരെ വളരെ പ്രായോഗികമായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ട ഈ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള ഉപയോഗ സാധനങ്ങൾ, ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഏകദേശ രൂപം എനിക്ക് ഉണ്ട് എങ്കിൽ പോലും എനിക്കൊരു നേരിട്ടൊരു അനുഭവം ഇപ്പോഴാണ് കിട്ടിയത്. അതിൻ്റെ ഒരു വലിയ ചിത്രം ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇവിടെ നടത്തുന്ന ഈ എക്സിബിഷൻ വളരെ നന്നായിരിക്കുന്നു. പ്രത്യേകിച്ചും ഉപയോഗശൂന്യമായതും പ്ലാസ്റ്റിക് പോലെയൊക്കെയുള്ള പ്രകൃതിക്ക് എപ്പോഴും കടന്നു കഴിഞ്ഞാൽ നശിക്കാത്തതുമായ പല സാധനങ്ങൾ ഉപയോഗിച്ച് അത് റീയൂസ് ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ആർട്ട് വർക്കാണ്. പിന്നെ ബാഗ് ഇത് ക്ലോത്ത് ആക്കിയിട്ട് ഈ നൂലുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ബാഗുകളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. സുസ്ഥിര വികസന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ പാഠ്യപദ്ധതികളാണ് ഇതിനൊക്കെയും പ്രചോദനം. ഈ സൃഷ്ടികളൊക്കെയും കാഴ്ചക്കാരെ ആശയങ്ങളുടെ വിശാല ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നല്ല പാഠങ്ങളായി ഇവ മാറുന്നു. അമൃത ന്യൂസ്, കൊല്ലം. കായിക വാർത്തകൾ നോക്കാം. ഏഷ്യ കപ്പ് കലാശ പോരാട്ടത്തിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യ പാക് ഫൈനൽ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് ജയിച്ച ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഫോമിൽ തുടരുന്ന അഭിഷേക് ശർമ്മയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കരുത്ത്. ടൂർണമെന്റിലുടനീളം അജയ്യരാണ് മുൻ ചാമ്പ്യന്മാരായ ഇന്ത്യ. സൂപ്പർ ഫോർ മത്സരത്തിലെ വിവാദങ്ങൾ നിലനിൽക്കെയാണ് ഇരു ടീമുകളും ഫൈനലിനിറങ്ങുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി ഡൽഹിയുടെ മുൻ താരം മിഥുൻ മൻഹാസിനെ തെരഞ്ഞെടുത്തു. ഇന്ന് മുംബൈയിൽ ചേർന്ന BCCI വാർഷിക പൊതുയോഗമാണ് റോജർ ബിന്നിയുടെ ഒഴിവിലേക്ക് മിഥുനെ തെരഞ്ഞെടുത്തത്. BCCIയുടെ 37ാമത് പ്രസിഡന്റാണ് മിഥുൻ. ദേവ്ജിത്ത് സൈക്കിയ BCCI സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ജയ്ഷായ്ക്ക് പകരക്കാരനായാണ് സൈക്കിയ സെക്രട്ടറി സ്ഥാനത്തെത്തിയത്. വൈസ് പ്രസിഡന്റായി രാജീവ് ശുക്ലയെയും ട്രഷററായി പ്രഭ്തേജ് ഭാട്ടിയെയും തെരഞ്ഞെടുത്തു.